ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെയാണ് എൻ്റെ ലൈഫ് തകർന്നു എന്ന്. അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം. അവർ തീരുമാനിച്ചു എൻ്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. എനിക്കൊരു സോ കോൾഡ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു ലൈക്ക് ചിന്താശേഷി ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി ഞാനൊരു ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റി. എനിക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാ. അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റിയില്ലേ. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ. ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിങ് ഉണ്ട്. അപ്പം ഞാനത് ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ ഇല്ല. അതായത് വീടിന്റെ പുറത്തിറങ്ങത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. ഒന്നുമില്ല, യൂട്യൂബില്ല, ആക്ടിങ് ഇല്ല, ഒന്നുമില്ല. ലിറ്ററലി രാവിലെ എണീക്കുക, പല്ല് തേക്കുക, റൂമിനകത്തിരിക്കുക, രാത്രി കിടന്നുറങ്ങുക. ഡിസ്ട്രാക്ഷൻസോ ഡൈവേർഷൻസോ ഒന്നുമില്ല ലൈഫിൽ, ഒന്നുമില്ല. ഫുൾ ഒരു സ്റ്റില്ലായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒന്നുമില്ല ലൈഫിൽ. നമ്മളെല്ലാത്തിനും ലൈക്ക് എല്ലാം നമ്മൾ ചോദിച്ചു വാങ്ങിക്കാം. പക്ഷെ ഈ സ്നേഹത്തിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും മോശമാണ്. ലവിന് ബെഗ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ that relationship is dead. ഹലോ, വൈൽഡ് സ്റ്റൺ മേക്കേഴ്സിന്റെ എല്ലാ പ്രേക്ഷകർക്കും ബി വിത്ത് രമ്യയിലേക്ക് സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ബി വിത്ത് രമ്യയിൽ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സീരിയലുകളിലൂടെ നമ്മുടെ മനസ്സിലേക്ക് വലിയൊരു സ്ഥാനം പിടിച്ച്, അങ്ങനെ എണ്ണി പറയാനായിട്ട് ഒരുപാട് സീരിയലുകളൊന്നുമല്ല, പക്ഷെ ചെയ്ത 2ാമത്തെ സീരിയൽ ആയപ്പോൾ തന്നെ ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് അങ്ങ് റീച്ചിലേക്ക് വരികയും എല്ലാവരുടെയും മനസ്സിൽ വലിയായിട്ടൊരു ഇഷ്ടം പിടിച്ച് പറ്റിയ യെസ് നമ്മുടെ സ്വന്തം ഗൗരി കൃഷ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത്. ഹായ് ഗൗരി. ഹായ്, താങ്ക് യു സോ മച്ച്. സുഖമായിട്ടിരിക്കുന്നോ? വളരെ സുഖമായിട്ട്, നല്ല സുന്ദരിയായിട്ടിരിക്കുന്നു. താങ്ക് യു. നല്ല സാരി. താങ്ക് യു. മൽക്കോട്ടൻ മൽക്കോട്ടൻ. അതില് ഒരു കാണാത്ത ഒരു യുണീക് ഡിസൈനും കാര്യങ്ങളും ഒക്കെ. ഇതൊരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് കൊളാബാണ്. ആണോ? ഫോട്ടോ ഇട്ട് കൊടുക്കണം. ഓ, പക്ഷെ നന്നായിട്ടുണ്ട്. നല്ല കംഫർട്ടബിൾ അല്ലേ? അയ്യോ അതെ അതെ. സാരീസ് പൊതുവെ എനിക്ക് ഫേവറേറ്റ് ആണ്. ഇത് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണ്, മൽക്കോട്ടനും കൂടെ ആയതുകൊണ്ട്. യെസ്, അനിയത്തിയിലൂടെയുള്ള ഒരു തുടക്കമായിരുന്നു ഗൗരിയുടെ ശരിക്കും അല്ലെ. പക്ഷെ അനിയത്തിയിൽ കിട്ടിയ ഒരു പ്രായം എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു അനിയത്തിയിലായിക്കോട്ടെ, പിന്നെ പൗർണമി തിങ്കളിലേക്ക് വന്നപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് അങ്ങ് റീച്ചായി. ഗൗരി അങ്ങ് ഗൗരിയുടെ ഒരു സിഗ്നേച്ചർ അവിടെ അങ്ങ് ഇട്ടുവെച്ചു അല്ലെ. അതിലൂടെയാണ് ഇന്നും ഗൗരി എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നത്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഗൗരിയുടെ ഒരു ഏജ് എന്ന് പറയണത് കുറെ യങ് ഏജിൽ അത് ചെയ്തു. പക്ഷെ ആ ക്യാരക്ടറിനെക്കാട്ടിലും യങ് ആയിരുന്നു ഗൗരി ഒരുപാടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പൗർണമി തിങ്കളിലേക്ക്. പക്ഷെ എന്നിട്ട് ആ ക്യാരക്ടറിലേക്ക് വരുമ്പോഴത്തേക്ക് കുറേയും കൂടെ ഏജ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, സാരിയൊക്കെ ഉടുത്ത്, അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ അത് ചെയ്യുമ്പോൾ ആ ക്യാരക്ടർ നമ്മൾ കാണുമ്പോൾ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഗൗരി ചെയ്തതെന്ന് തോന്നും. ഇത്ര ഒരു ഏജ് ഉള്ള ഒരാളല്ല അത് ചെയ്യുന്നത്, ആ കറക്റ്റ് ഏജിലുള്ള ഒരാൾ തന്നെ ചെയ്യുന്നതെന്നാണ് നമുക്ക് തോന്നുക. പക്ഷെ റിയൽ ലൈഫിലെ ഗൗരിയെ കാണുമ്പോഴത്തേക്കാണ് ഈ ഒരു ചേഞ്ച് നമുക്ക് മനസ്സിലാവുക. ഓക്കെ, ഇനി ആ സമയത്ത് എന്താ പറയാ, ഈ യൂട്യൂബിൽ തുടങ്ങിയ സമയത്തും ഓരോ കമന്റ്സും കാര്യങ്ങളും എല്ലാം ഗൗരി കാണുന്നുണ്ട്. ചിലരപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും എന്താ പറയാ, ചിലർ അന്ന് പറഞ്ഞു പ്രായത്തിനെക്കാട്ടിലും ഭയങ്കര മെച്ചുവേർഡ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്തിട്ട് വലിയ ഇത് പറയുന്നു, അങ്ങനെ കുറെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ. പിന്നെയും ഓരോന്നും നിങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഒക്കെ ഒരു എന്താ പറയാ, ലക്ഷ്മി അല്ല ഗൗരി പറയുന്ന പല കാര്യങ്ങളും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നോ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വന്നിട്ടുണ്ടായിട്ടുണ്ട്. അയ്യോ ഉണ്ട്. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞ ഏജിനെക്കാട്ടിലുള്ള മെച്ചൂരിറ്റി അത് കൊച്ചിലേ മുതലുണ്ട്. അത് ഞാൻ ഇപ്പൊ ഉണ്ടാക്കിയെടുത്ത ഒരു ഇതല്ല, അത് എന്റെ ക്യാരക്ടറിലുള്ളതാ. ഇവൻ അമ്മയോട് ചോദിച്ചാൽ അമ്മ പറഞ്ഞ കൊച്ചിലേ മുതലേ ഞാൻ ഭയങ്കര റെസ്പോൺസിബിൾ ആണ്. ഇപ്പൊ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ കഥവൊക്കെ കുറ്റിയിട്ടോന്ന് ഞാൻ ശ്രദ്ധിക്കും.
ഗേറ്റ് പൂട്ടിയൊന്ന് ഞാൻ ശ്രദ്ധിക്കും. ഇതൊന്നും ആ ഒരു സമയത്ത് കുട്ടിയുടെ ഒരു രീതി അല്ല. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ ഒരു മെച്ചൂരിറ്റി അത് ഇവിടെ വന്നതിന് ശേഷം ഞാൻ കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. ഞാൻ ജനിച്ചപ്പോഴേ ഇങ്ങനെയാന്ന് തോന്നും. പക്ഷെ എന്നാ എനിക്ക് രണ്ട് സൈഡ് ഉണ്ട്. ഐ ഹാവ് എ ചൈൽഡിഷ് വേർഷൻ ഓൾസോ. പക്ഷെ അത് എനിക്ക് അത്രയും അടുത്ത് വരണം, എന്നാലേ അത് വരുള്ളൂ. അല്ലാത്തപ്പോ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്. പക്ഷെ ആ ഒരു സീരിയസ്നെസ് അല്ലെങ്കിൽ ആ ഒരു റെസ്പോൺസിബിൾ ആ ഒരു ക്യാരക്ടറിനെ മീഡിയ, ഞാൻ ബ്ലെയിം ചെയ്ത് പറയല്ല, വളരെ മോശമായിട്ട് ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട്. സ്പെഷ്യലി എൻ്റെ മാരേജിന്റെ സമയത്ത് അതെന്നെ സീരിയസ്ലി എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറയും മീഡിയ അവർക്ക് റീച്ചിന് വേണ്ടി ചെയ്യുന്നതായിരിക്കാം. കാരണം എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും അങ്ങനെ ഒരു അഹങ്കാരി എന്ന് പറഞ്ഞില്ല. ബോൾഡ്, ഡെഫിനറ്റ്ലി ഐ എം എ ബോൾഡ് വുമൺ. പക്ഷെ ബോൾഡ്നെസ്സും അഹങ്കാരവും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. പക്ഷെ ചില വ്യക്തികൾക്ക് ഈ ബോൾഡ്നെസ് അഹങ്കാരമായിട്ടാണ് തോന്നുന്നത്. അഹങ്കാരം എന്ന് പറയുന്നത് നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്താലോ നമ്മൾ ഒരാളോട് ധിക്കാരം പറഞ്ഞാലോ, എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ അന്ന് കല്യാണത്തിന്റെ അന്ന് കാണിച്ച ആ റെസ്പോൺസിബിലിറ്റിയാണ് എല്ലാരും ഇവൾ ആരാ ഇതെല്ലാത്തിലും ഇടപെടാൻ, ഇവൾ ആരാ അഹങ്കാരി. സത്യം ചില ലിറ്ററലി ഞാൻ അങ്ങനെ ഇങ്ങനെയൊന്നും ഞാൻ തളരത്തില്ല. എന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമില്ലാത്ത ഒരാളാണ്. അവർക്ക് എന്നെ അറിയില്ലല്ലോ. പക്ഷെ ആ ഒരു സമയം ലിറ്ററലി എൻ്റെ ആ കല്യാണം കഴിഞ്ഞുള്ള ഒരു 2-3-4 ഡേയ്സ് എല്ലാവരുടെയും ലൈഫിൽ ഓർത്തിരിക്കേണ്ട ഒരു ദിവസമാണ്. പക്ഷെ എനിക്ക് അതുപോലും സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അത്രയ്ക്ക് സൈബർ ആക്രമണങ്ങളാണ് കിട്ടുന്നത്. സീരിയസ്ലി. അത് എന്താണെന്ന് ചോദിച്ചാൽ ഇവളാണോ അവിടുത്തെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത്? അതെ, ആണ്. അതിനാർക്ക് എന്ത് നഷ്ടം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും അത്യാവശ്യം ഏജ് ആയവരാണ്. അല്ലാതെ അവരെല്ലാം ചെയ്യണം, ഞാൻ മറ്റേ സ്വപ്നലോകത്തെ ഒരു കുട്ടിയെ പോലെ കല്യാണത്തിന് ഇരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു മൈൻഡ് സെറ്റ് അല്ല എനിക്ക്. ഞാൻ അവരെ അധികം ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഈവൻ തലേ ദിവസം പോലും കുറച്ച് പേർക്ക് റൂമിന്റെ ഇഷ്യൂ വന്നപ്പോൾ രാത്രി 1:30 എൻ്റെ അച്ഛനെ ഞാൻ ഇറക്കി വിട്ടിട്ടില്ല. ഞാനും ചേച്ചിയും കൂടെ പോയാണ് അവർക്ക് റൂം എല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് കൊടുത്ത് രാത്രി 2:30 ഞാൻ തിരിച്ചു വന്നത്. നെക്സ്റ്റ് ഡേ എൻ്റെ വെഡിങ്. അതിലെങ്ങനെയാണ് അഹങ്കാരമായിട്ട് തോന്നുക? വെഡിങ്ങിന്റെ അന്ന് എല്ലാ കാര്യങ്ങളും. പിന്നെ മീഡിയ പെട്ടെന്ന് ഞാൻ ഇത്രയും മീഡിയാസ് ഒന്നും വരുമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് എൻ്റെ മൈൻഡിൽ ഞാനൊരു സാധാരണ സ്ത്രീയാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഞാൻ വെഡിങ് ഡേക്ക് എനിക്ക് അങ്ങനെ ഭയങ്കര മെമ്മറബിൾ ആവണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരാളാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും മീഡിയ വരുമെന്ന്. ഞാൻ ഒന്നാമത്തെ കാര്യം ഞാൻ ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നില്ല. പക്ഷെ ഇവര് എന്തോ ഞാൻ സാരിയുടെ ഒരു വീഡിയോ ഇട്ടപ്പം അതില് ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കണ്ടിട്ടാന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു റഷ് വന്നു. എൻ്റെ ഫാമിലിക്കൊന്നും അങ്ങനെ മീഡിയനെ ഹാൻഡിൽ ചെയ്തോ, അവർക്ക് സാധാരണ ആൾക്കാരാണ്, അവർക്കറിയില്ല ഇങ്ങനെ മീഡിയ വന്ന് ഫുള്ള് നിൽക്കുന്നു. അവിടെ വന്നിരുന്നവരിൽ പലരും പറയുന്നു ഞങ്ങൾക്ക് കല്യാണം കാണണ്ടേ. അതൊക്കെ പല ആൾക്കാരാണ്. ചിലർക്ക് കല്യാണം കാണണം എന്നുള്ളതൊക്കെ അവരുടെ അവർ വരുന്നത് അതിനാണ്. മനസ്സിലായി. അപ്പം ആർക്കും ഇവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് ഓഡിയൻസിനെയും കാണാൻ പറ്റുന്നില്ല, അവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും നമ്മളെ കാണാനും പറ്റുന്നില്ല. മീഡിയ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുന്നുണ്ട് ആരും ഇതൊന്നും ഹാൻഡിൽ ചെയ്യുന്നില്ല. എൻ്റെ പേരൻസ് ഹാൻഡിൽ ചെയ്യുന്നില്ല. അവർക്ക് അറിയില്ലല്ലോ, അവർക്ക് എങ്ങനെ അതങ്ങനെ ചെയ്യാൻ പറ്റും. ഈവൻ കല്യാണം കഴിച്ചിരുന്ന ആള് പോലും ഒന്നും മിണ്ടാണ്ടിരിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ഇനീഷ്യേറ്റീവ് എടുത്തു, നിങ്ങൾ ഒന്ന് സൈഡിലേക്ക് മാറി നിൽക്കും, ഇത്രയേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു ഹാൻഡ് മൂവ്മെന്റ് ഒക്കെ എടുത്ത് തമ്പനയിൽ ഇട്ട് അവിടെ കല്യാണം കഴിക്കാനിരുന്ന ഞാൻ എന്തോ വലിയ, ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് അത് അഹങ്കാരമാവുന്നത്. അതിനകത്ത് തന്നെ നിങ്ങൾ ഊണ് കഴിക്കാനിരിക്കുമ്പം ഞാനത് ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് തോന്നിയിട്ടുണ്ട് വളരെ പൊളൈറ്റ് ആയിട്ടാ നിങ്ങൾ പറയണേ. ഇത്രയും കണ്ടന്റുകൾ നിങ്ങൾക്ക് കിട്ടിയില്ലേ, ഞങ്ങൾ ഇതൊന്ന് കഴിച്ചോട്ടെ. ഞാനത് ഹസ്ബൻഡും പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. എത്ര പൊളൈറ്റ് ആയിട്ട് അദ്ദേഹവും പറയുന്നത്, ഗൗരിയും പറയണത് എല്ലാം. ഇനി ഞങ്ങളൊന്ന് കഴിച്ചിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ വരാം, അന്നേരം നിങ്ങൾ വീണ്ടും എടുത്തോളൂ എന്ന് വളരെ സഭ്യമായ ഭാഷയിലാണ് നിങ്ങളത് പറയുന്നത്. പക്ഷെ അത് പറഞ്ഞതുപോലും കേൾക്കാൻ ഇവർക്ക് പറ്റിയില്ല. ഇവരതിനെ വേറെ ധിക്കാരിയാക്കി, അഹങ്കാരിയാക്കി. ഒറ്റഡേ എല്ലാം കൊണ്ടും എനിക്കിപ്പോ ഓർക്കാൻ ഇഷ്ടമല്ലാത്തൊരു ദിവസമായിട്ട് മാറ്റി തന്നു. സീരിയസ്ലി പറയാണ്. എനിക്കത് പലപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങളുടെ ആ ഒരു ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും അപ്പത്തെ ഒരു മൈൻഡ് സെറ്റ് ഇത് എന്തായിരിക്കും? പിന്നെ ഈ പറഞ്ഞതുപോലെ എല്ലാം പാമ്പർ ചെയ്ത് നമുക്കൊന്നും അറിയണ്ട അങ്ങനത്തെ ഒരു വെഡിങ് ഒന്നും അല്ലായിരുന്നു അത്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ ആ സമയത്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഐ വാസ് ലിറ്ററലി ലൈക്ക്, നമുക്കൊരു മൊത്തത്തിൽ എനിക്കൊരു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ, അതൊക്കെ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. ബട്ട് സ്റ്റിൽ എൻ്റെ ആ ഒരു മാനസികാവസ്ഥ പോലും സത്യം പറഞ്ഞാൽ എനിക്കതിപ്പോൾ ഓപ്പൺ അപ്പ് ചെയ്യാൻ പറ്റത്തില്ല, എനിക്കത് മീഡിയയോട് പറയാൻ പറ്റില്ല. എന്നിട്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ ചിരിച്ചില്ലടി. ഈ കൊച്ചിന് ചിരിയില്ലേ? ശരിക്കും പറഞ്ഞാൽ കല്യാണത്തിനൊക്കെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നത് എനിക്ക് അറിയില്ല. എൻ്റെ തലയിൽ കൂടെ പല കാര്യങ്ങളാണ് ഓടുന്നത്.
അതൊക്കെ ഒരു പ്രശ്നമായി. ഞാൻ ശരിക്കും എനിക്കപ്പം മനസ്സിലായി, എല്ലാം ജനറലൈസ് ചെയ്യുന്നില്ല, സമൂഹത്തിന് വേണ്ടത് ലൈക്ക് ഒന്നും എന്താ പറയാ, സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാനോ സ്വന്തമായിട്ടൊരു കാര്യങ്ങൾ നടത്താനോ ഒന്നും കഴിവില്ലാതെ ഈ മാസ്മരിക ലോകത്ത് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു ബ്രൈഡിനെയാന്ന് തോന്നുന്നു അവര് ഐഡിയൽ വുമൺ ആയിട്ട് ചിത്രീകരിക്കുന്നത്, അല്ലേ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. ഒരു സെലിബ്രിറ്റി ആവുമ്പം നമ്മളൊരു ഫേക്ക് പേഴ്സണാലിറ്റി ആവണം അറ്റ് ടൈംസ് എന്നപ്പോ തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും, അല്ലേ? ഉറപ്പായിട്ടും. എനിക്കറിയാം എന്നേക്കാൾ വളരെ അഹങ്കാരികളായിട്ടുള്ള പലരും വളരെ നല്ല ഇമേജിലാവും. ഞാൻ ഒരിക്കലും എനിക്കൊരു കുറച്ചൊരു ബോധം വന്നേ പിന്നെ ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യാത്ത ഒരാളാണ്. ഞാനത് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ ചിന്തിക്കും, ദൈവം അത് മറ്റൊരാളെ ഹേർട്ട് ചെയ്യുമോ എന്ന് ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരാളും പോലും പറയുമെന്ന് എനിക്കറിയില്ല ഞാൻ അഹങ്കാരിയാണെന്ന്. എന്നെ പേഴ്സണലി അറിയാവുന്ന ഒരാൾ പോലും പറയത്തില്ല. ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു മൂലയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യ സ്ത്രീയാണ്. പക്ഷെ അന്ന് എനിക്ക് മനസ്സിലായി കുറച്ച് സ്ഥലങ്ങളിലൊക്കെ നമ്മളായിട്ട്, പക്ഷെ എനിക്കത് എന്നെ കൊണ്ടത് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് റിയലായിട്ട് നിൽക്കുക എന്നുള്ള അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. സ്റ്റിൽ എനിക്ക് പറ്റില്ല. മറ്റുള്ളവരുടെ ഒരു പീപ്പിൾ പ്ലീസർ അല്ല, മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്തി അവർക്ക് വേണ്ടിട്ട് ജീവിക്കാൻ പറ്റൂല. ഞാൻ അവരെ ഉപദ്രവിക്കില്ല, അവരെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാൻ വിടും. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടങ്ങൾക്ക് ജീവിക്കണം, അത് എനിക്ക് മസ്റ്റാണ്. അല്ല, ഞാനത് കണ്ടപ്പോ വിചാരിച്ച മീഡിയ കല്യാണത്തിന്റെ സമയത്തും അന്ന് അങ്ങനെ വന്നപ്പോ തന്നെ മീഡിയക്കാരുടെ അടുത്ത്, അതായത് സെലിബ്രിറ്റീസിന്റെ, നിങ്ങളും ഒരു സാധാരണ മനുഷ്യരാണ്, നിങ്ങളുടെ ഉള്ളിലും പലതരത്തിലുള്ള ടെൻഷൻസും ഫീലിങ്സും വികാരങ്ങളും പലതും പോകുന്നുണ്ടാവാം. പക്ഷെ മീഡിയക്കാരെപ്പോ വന്ന് ക്യാമറ പിടിച്ച് നിൽക്കുമ്പോഴും അവർ ഉദ്ദേശിക്കുന്ന ഒരു സംഭവം നിങ്ങൾ സെലിബ്രിറ്റീസ് കൊടുത്തില്ലെങ്കിൽ ഉടനെ അവരെ അഹങ്കാരിയായിട്ട് പോർട്രേ ചെയ്ത് ഇപ്പുറത്തെ സൈഡിലൂടെ അത് ഇവർക്ക് അത് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉള്ളത് കൊണ്ടും, റൈറ്റ് അല്ല, അവർക്ക് അതിനുള്ളൊരു സ്പേസ് ഉള്ളത് കൊണ്ടോ എന്തോ, അവർ കണ്ടന്റ് ആണ്, അവർ അതിനെ അങ്ങനെ സെല്ല് ചെയ്യാണ്. എന്നിട്ട് ആ ഒരു സംഭവം തന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്വന്തം വീട്ടിലേക്ക് വരുമ്പോ തന്നെ കരഞ്ഞ ഒരു സംഭവം കിട്ടിയപ്പോ തന്നെ ഇവർ അതിനെ എടുത്ത് ആഘോഷിച്ച്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം എന്നും പറഞ്ഞുകൊണ്ട് നേരെ അഗെയിൻസ്റ്റ് അവര് ഇത്രയധികം ഒരു എനിമിറ്റിയൊക്കെ. അവരെ എനിമിറ്റി അല്ല, അത് ഇപ്പോഴും ഇങ്ങനെ ഇടുന്നവർക്ക് അതിന്റെ സീരിയസ്നെസ് മനസ്സിലായിട്ടില്ല. അവർക്ക് റീച്ച്, കണ്ടന്റ് കയറുന്നുണ്ടോ, വ്യൂസ് കിട്ടുന്നുണ്ടോ, പക്ഷെ അതൊരാളുടെ ലൈഫ് അവർ സ്പോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ലിറ്ററലി ഞാൻ പറയുകയാണെങ്കിൽ ഒരു പരിധി വരെ എൻ്റെ ലൈഫ് സ്പോയിൽ ആയിട്ടുണ്ട് ആ ഒരു ഉറപ്പായിട്ട്. സ്റ്റിൽ ആ ഒരു അഹങ്കാരി എന്നുള്ള പട്ടം സ്റ്റിൽ ഞാൻ ഇപ്പോഴും ആലോചിക്കണം, ഞാൻ എന്ത് അഹങ്കാരമാണ് അന്ന് ചെയ്തത്. അവരോടൊന്ന് മാറി നിൽക്കാൻ പറഞ്ഞതോ? അപ്പൊ ഞാൻ സംസാരിക്കാൻ പാടില്ലേ? സംസാരിക്കുന്നതാണോ ഇവിടെ അഹങ്കാരം എന്ന് പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഭയങ്കര കുലീനതയായിട്ട് നിന്ന് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യുന്നവരൊക്കെ നല്ല ആൾക്കാരാണ്, എനിക്കതറിയില്ല. അതിനുശേഷം ഞാൻ ഗൗരിയുടെ തന്നെ ഇൻസ്റ്റയിൽ ഒരു സ്റ്റോറിയിലാന്ന് തോന്നുന്നുണ്ട് ഗൗരി പറഞ്ഞത്, മീഡിയക്കാര് ദയവ് ചെയ്ത് നിങ്ങളുടെ ക്യാപ്ഷൻസ്, നിങ്ങൾ ഇടുന്ന ടൈറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇടുന്ന വേർഡിങ്സ് ഒന്ന് മാനിക്കൂ, അല്ലെങ്കിൽ ഒന്ന് മൈൻഡ് ചെയ്യൂ എന്നുള്ള, ഇങ്ങനത്തെ ഹാഷ് ആയിട്ടുള്ള ടൈറ്റിലും കാര്യങ്ങളും അങ്ങനെ ഇടല്ലേ എന്നും പറഞ്ഞുകൊണ്ട് അല്ലേ? അങ്ങനെയും ഗൗരി വന്നിട്ടിരുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറെ ആൾക്കാരുണ്ട് ഈ ഒരൊറ്റ ക്യാപ്ഷൻ കണ്ടുപോകും, ബാക്കി വായിക്കില്ല, ഇൻസൈഡ് എന്താണെന്ന് അറിയില്ല. പിന്നെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് മുഴുവൻ അവർ ആ ഒരൊറ്റ ഒന്ന് മാറി നിൽക്കുക. അപ്പൊ ഞാൻ നോക്കുമ്പോ തംബ്നെയില് കാണുമ്പോ ഞാൻ ഇങ്ങനെ നിൽക്കുക, ഈ ഒരു കയ്യും കൊണ്ട്. അപ്പം മണ്ഡപത്തിൽ ഒരു കുട്ടി ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ഇത് കണ്ടപ്പോ ഞാൻ തന്നെ ഒരു നിമിഷം ആലോചിച്ചു പോയി, ദൈവം ഇതെന്താണ്, മനസ്സിലായോ? അപ്പൊ അത് ലിറ്ററലി പിന്നെ ഇപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഫസ്റ്റ് ടൈം നമ്മൾ എല്ലാവരും ജഡ്ജ് ചെയ്യപ്പെടും, ഇറ്റ്സ് നാച്ചുറൽ. അപ്പൊ ഓൾറെഡി ഇങ്ങനെ ഒരു പട്ടം കിട്ടുമ്പോ പിന്നെ എങ്ങനെയായിരിക്കും എന്നെ ജഡ്ജ് ചെയ്യാം? അതൊന്നും അവർക്ക് അറിയണ്ടല്ലോ. അപ്പൊ ആ ഒരു നിമിഷം സെലിബ്രിറ്റി ആയി പോയല്ലോ ഞാൻ, അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് അങ്ങനെ കേഴ്സ് ചെയ്തോ? ഇല്ല, സ്റ്റിൽ നോട്ട്. അത് മനസ്സിലാക്കാൻ പറ്റാത്തവർ എന്റെ ലൈഫിൽ നിൽക്കാൻ ഇതുള്ളവരല്ലായിരിക്കാം. വെരി ഗുഡ്. അതൊരിക്കലും അല്ല. അത് സെലിബ്രിറ്റി സ്റ്റേറ്റസ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല, അഭിനയിക്കാൻ പറ്റുന്നത് എല്ലാവർക്കും കിട്ടുന്നതല്ല. ബാക്കിയൊക്കെ നമുക്ക് പിന്നെയും കിട്ടുമല്ലോ, അതൊക്കെ എല്ലാവർക്കും കിട്ടുന്നതല്ലേ. ഒരു പോയിന്റ് പോലും എനിക്ക് റിഗ്രറ്റ് തോന്നിയിട്ടില്ല ഒരിക്കലും. സൂപ്പർ. ഇത് ഗൗരി ഇങ്ങനെ തന്നെയാണോ, അതോ ഗൗരിനെ ഇങ്ങനെ ആക്കിയതാണോ? ഞാൻ ഇങ്ങനെയാണ്. വെരി ഗുഡ്.
ഒന്നും ഞാൻ പ്രിറ്റൻഡ് ചെയ്യത്തില്ല. എൻ്റെ ഒരു ഇമോഷൻസും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച് കാണിക്കത്തില്ല. എനിക്കത് പറ്റത്തില്ല. ഞാൻ എപ്പോഴും പറയും എൻ്റെ ഇമോഷൻസ് എന്താണോ അത് ഞാൻ കാണിക്കും. എനിക്ക് സത്യം അത് ചില സമയത്ത് ഞാൻ തന്നെ ഇരുന്നാലും എനിക്ക് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്ത് കുറച്ച് ഫേക്ക് ആയിട്ട് അത് നിൽക്കണമെന്ന്. പക്ഷെ എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് തോന്നുന്നില്ല. അവിടെ ഞാനത് വിട്ടു. ബാക്കി കോൺസിക്വൻസസ് ഫേസ് ചെയ്യാൻ ഞാനിപ്പം മെന്റലി പ്രിപ്പയർഡ് ആണ്. സോ യു വെയർ ഓൾവേസ് സ്ട്രെയിറ്റ് ആൻഡ് സ്റ്റിൽ യു ആർ ഓൾവേസ് സ്ട്രെയിറ്റ്. എല്ലാം ഗൗരിയായിട്ട് തന്നെയാണ് ഇപ്പോഴും ഉറപ്പായിട്ടും മരണം നിൽക്കാറുള്ളത്. വരെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. ഐ ട്രൈഡ് ഒന്ന് കുറച്ചൊക്കെ ഒന്ന് ഞാനല്ലാതെ നിന്നൊക്കെ ഒന്ന് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പല സിറ്റുവേഷൻസിലും. പക്ഷെ പല സിറ്റുവേഷൻസിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല. പക്ഷെ ബീങ് എ സെലിബ്രിറ്റി അറ്റ് ടൈംസ് പുറത്തേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ എന്തെങ്കിലും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഒരു പാട്ടാവുമ്പോഴും, കാരണം ഈ മീഡിയയും ആൾക്കാരും ഒക്കെ പോർട്രേ ചെയ്ത് സെലിബ്രിറ്റി വായ തുറന്നു കഴിയുമ്പോഴത്തേക്ക് അതിന് വേറൊരു അർത്ഥത്തിലേക്കാണ് എത്തിക്കുന്നത്. അപ്പം മിക്ക സെലിബ്രിറ്റീസുകളും അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലും അവിടെ പറയണം എന്നുണ്ടാവും. പക്ഷെ ഈ പറയുന്ന സോക്കോൾഡ് മീഡിയയും പബ്ലിക്കിനെയും പേടിച്ചിട്ട് പലരും അവരുടെ അഭിപ്രായങ്ങൾ പറയാതെ തെറ്റിദ്ധരിക്കപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് പറയാതെ അവർ ഉള്ളിലേക്ക് അങ്ങ് ഒതുക്കും. അത്രയും ചില സിറ്റുവേഷനിൽ മാത്രമാണ് ചിലരങ്ങ് പൊട്ടിപ്പോകുന്നുണ്ടാവുക. അപ്പം ഗൗരിയും എപ്പോഴെങ്കിലും ഒക്കെ ഗൗരിക്ക് പറയേണ്ടത് തോന്നിയിരുന്ന പല കാര്യങ്ങളും ഉള്ളിൽ ഒതുക്കിയിട്ടുണ്ടോ? ഇപ്പം റീസെന്റ് നടക്കുന്ന ഇഷ്യൂസ്, ഈ ഇപ്പത്തെ കുറെ കല്യാണത്തിന് ശേഷം സൂയിസൈഡ്സ്, കൊല്ലപ്പെടുന്നത്, ഇതൊക്കെ കാണുമ്പോൾ അതിനെക്കുറിച്ച് പറയണം എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഞാൻ വീഡിയോസ് സ്റ്റിൽ എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. വീഡിയോസ് ഞാൻ അതിനെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഇത് പേടിച്ചിട്ട്. കാരണം ഇത് ഇടുമ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ ഇടുന്നതിൽ കറക്റ്റ് ആണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. പക്ഷെ മറ്റൊരു ക്യാപ്ഷനിൽ വരുമ്പോൾ ഇത് നേരെ. പക്ഷെ അത് ഇപ്പം ഞാൻ ഇടാത്തതെന്ന് പറഞ്ഞാൽ ഞാൻ കാരണം മറ്റൊരാളെ അത് ബാധിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് ഞാനൊന്ന് കോൺഷ്യസ് ആവുന്നുണ്ട്. ഇപ്പൊ ഞാൻ എന്തിട്ടാലും ചിലരെ അഫക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പൊ. അതുകൊണ്ട് ഞാനൊന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ശരിക്കും പേടിക്കണം ഒരു വായ തുറക്കുമ്പോഴും അല്ലേ, ഓരോന്നും ചെയ്യുമ്പോഴും എല്ലാം ഒന്ന് രണ്ടാലോചിക്കണം എന്ന് പറയില്ലേ? ആണ്. ആ അവസ്ഥയിലേക്ക് ആർക്കും എന്തും ആരെയും പറയാം എന്നുള്ളൊരു അവസ്ഥ ആയിട്ടുണ്ട്. ഒരു ചേഞ്ച് എന്നുള്ള രീതിയിലോ എന്തോ ആണ് കല്യാണത്തിന് അന്ന് ബ്രൈഡായിട്ട് നിൽക്കുന്ന സമയത്ത് ഫുൾ അന്ന് ഗൗരി തന്നെ പറഞ്ഞു, ഞാൻ സ്വർണങ്ങളൊന്നുമല്ല ഇട്ടിരിക്കുന്നത്, ഞാൻ പറക്കാട്ടിന്റെ ഇതാണ് ഞാൻ ഫുൾ ഇട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് അന്നും അതിലും പറഞ്ഞപ്പം അതിനെയും രണ്ടു തരത്തിലാണ്. കല്യ ഇത് കാണിക്കാൻ വന്നിരിക്കുന്നു. പിന്നെ അത് അങ്ങനത്തെക്കാട്ടി കൂടുതൽ ക്രിറ്റിസിസം കിട്ടിയത് സ്വർണം ഇടാത്തതിനാണ്. അത് കൂടുതലും ഇതിപ്പോ സ്വർണത്തിനെക്കാട്ടിലും പൈസ ആയല്ലോ, ഇങ്ങനെയൊക്കെ പലത് കമന്റ്സ് ഫൂളിഷ്നെസ് അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഭയന്നു പോയത് എന്താന്ന് വെച്ചാല്, ലിറ്ററലി ആ ഒരു സമയത്ത് ഞാൻ ഭയന്നു, ദൈവമേ, ഏറ്റവും നമ്മൾ എന്താ വിചാരിക്കുക, ഇങ്ങനെ ഇരുമ്പോൾ നമ്മൾ പുരുഷന്മാരാണ് ഇതിനെ ഒപ്പോസ് ചെയ്യുക എന്നുള്ളതല്ലേ. അല്ല, സ്ത്രീകളാണ്. എന്തുകൊണ്ട് ഈ സമൂഹം മാറുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായത് സ്ത്രീകളുടെ മെന്റാലിറ്റിയാണ് പ്രശ്നം. ഇത് നമ്മളുടെ എനിക്കറിയില്ല, കോമന്റ്സിൽ അല്ലാതെ പേഴ്സണലി എനിക്ക് തെറിവിളി കേട്ടിട്ടുണ്ട്. ഇൻസ്റ്റയില് മെസ്സേജ് ഇടാത്തതിന് സ്ത്രീകൾ പേഴ്സണൽ ചോയ്സ്. നീ ആരാന്നാ നിന്റെ വിചാരം? ഇതൊക്കെ നമുക്ക് കിട്ടേണ്ട അവകാശമാണ് അച്ഛന്റെ അമ്മയുടെയും നിന്ന്. അവകാശം ചോദിച്ചു വാങ്ങാത്തതിനുള്ള ഇതായിരുന്നു ചീത്ത വിളിയായിരുന്നത്. അതാ ഞാനപ്പോ ആലോചിച്ചു, ദൈവമേ, ഭയക്കണം, സമൂഹത്തെ ഭയക്കണം എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. സ്വന്തം അച്ഛന്റെ അമ്മയുടെ പൈസ കളയാതിരിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒരു 1 ഡേ അന്ന് എന്തിനാണ് ഈ സ്വർണം എന്ന് ചിന്തിച്ച്, അല്ലാതെ നമ്മളിപ്പം ഇതൊക്കെ ചെറിയ ചെറിയ ഓർണമെന്റ്സ് നമ്മൾ ഇടുന്നുണ്ടല്ലോ, ഈ അന്നത്തെ ഒരു ദിവസം ഇത്രയും ഇതായിട്ട് എടുത്തിട്ട് നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യൂ? ഞാൻ യൂസ് ചെയ്യത്തില്ല. യൂസ് ചെയ്യുന്നവർക്ക് ഓക്കെ, അവരിട്ടോ. ഞാൻ വളരെ റയർലി ആണ് ഗോൾഡ് യൂസ് ചെയ്യുന്നത്. എനിക്ക് കുപ്പിവളകൾ അങ്ങനത്തതിനോട് എനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ ഞാൻ ഇടുന്നത് ഞാൻ വാങ്ങിയാൽ പോരെ? അതുപോലെ ഞാൻ അവരുടെ ഇഷ്ടത്തിനൊക്കെ നിക്കണമെന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു കുറ്റബോധം പോലും ഇല്ല. അത് നമ്മുടെ അവകാശമാണെന്നാണ് എന്നോട് ഒരു സ്ത്രീ എനിക്ക് മെസ്സേജ് അയച്ചതാണ്. നീയൊക്കെ എവിടെന്നാ വരുന്നത്? അത് നമ്മളുടെ അവകാശമാണെന്ന്. ഇതിനൊക്കെ റിപ്ലൈ കൊടുക്കുവോ ഗൗരി? ചിലതിനൊക്കെ ഞാൻ നല്ലോണം കൊടുക്കും. നല്ലോണം ഞാൻ കൊടുക്കും. അങ്ങനെ ഒരു ആ ഒരു കോൺവെർസേഷൻ അങ്ങനെ പോയിട്ടുണ്ടോ ആരുടെയെങ്കിലും? പലതവണ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് കൊടുത്തും വാങ്ങി, എന്നിട്ട് എപ്പോഴാ അത് ഫുൾ സ്റ്റോപ്പ് ചെയ്യാ? ഗൗരിയായിട്ടാണോ? ഞാൻ നിർത്തും. കാരണം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാവുമല്ലോ. കാരണം അവരൊന്നും റിയാലിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതായത് എന്നാലേ നമുക്ക് ഭർത്താവിന്റെ വീട്ടിൽ വില കിട്ടുള്ളൂ,
അങ്ങനെ സ്വർണ്ണം ഇട്ട് കിട്ടുന്ന വില അത് റിയൽ വിലയാണോ? എനിക്ക് ഇനി എന്റെ ചിന്തയുടെ പ്രശ്നമാണോ എന്ന് പോലും ഞാൻ ഒരു പോയിന്റിൽ ചിന്തിച്ചു. ചിന്തിച്ചിട്ടുണ്ട്. ഇനി എന്റെ അതെ, പ്രശ്നമാണോ ഇത്? എനിക്കാണോ തെറ്റിയത്? ആ നമ്മളുടെ വില ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഒരാളുടെ ക്യാരക്ടറിലും അയാളുടെ Yeah. പെരുമാറ്റത്തിലും, വെരി ട്രൂ. അല്ലേ? അതാണ് നമ്മൾ വില. നമുക്ക് നമ്മളോട് ഇപ്പം സെറ്റിൽ ചെല്ലുമ്പോ എനിക്കൊരു വില കിട്ടുന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്വർണ്ണം ഇട്ട് ഉണ്ടാക്കി എടുക്കുന്നതാണോ? അല്ല. അല്ല, അത് നമ്മളുടെ പെരുമാറ്റത്തിലും നമ്മുടെ ചിന്താഗതിയിലും നമ്മൾ ഉണ്ടാക്കി എടുക്കേണ്ടതല്ലേ? പക്ഷെ ഇവർ പറയുന്നത് ആ വില കിട്ടണമെങ്കിൽ സ്വർണ്ണം ഇട്ട് പോകണം. അങ്ങനെ കിട്ടുന്ന വില ഇത് തീരുമ്പോ പോകും. അങ്ങനെയുള്ളവർ പോണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ശരിക്കും. ആ, അപ്പൊ ഇങ്ങനത്തെ കമന്റ്സ് ഒക്കെ അപ്പൊ എന്തിനാ ഗൗരി വായിക്കണത്? ഞാൻ വായിക്കും. ഇപ്പൊ ഞാൻ നോക്കാലോ, പക്ഷെ ആ സമയത്തൊക്കെ ഇരുന്ന് അതെന്തിനാണ് ഞാൻ ചില സമയത്ത് ഓർക്കും എനിക്ക് എന്തിന്റെ ആവശ്യമാണ്, പക്ഷെ ഞാൻ വായിക്കും. പക്ഷെ അത് ഗൗരീനെ തളർത്തില്ലേ വീണ്ടും? ഇല്ല ഇല്ല ഇല്ല. കാരണം റിപ്പീറ്റഡ്ലി ഇങ്ങനെ കുറെ നെഗറ്റീവ് കമന്റ്സ് എത്രയായാലും കൂടുതലും നല്ലതിനെക്കാട്ടിലും ചീത്ത പറയുന്നത് കൂടുതൽ വരുമ്പോ ശരി ഇത് പറയുന്ന പോലെ നമ്മൾ സെൽഫ് ബ്ലെയിം ചെയ്യാൻ തോന്നില്ലേ? അയ്യോ ഞാൻ തെറ്റിയിട്ടാണോ, എന്റെ അല്ല ജഡ്ജ് അല്ല, തെറ്റിയതാണോ, ഇവരൊക്കെ പറയുന്നത് എല്ലാവരും ഇങ്ങനെ തോന്നിയാലും ഞാൻ പെട്ടെന്ന് ഞാൻ ഓക്കെ നോ നോ ഐ എം റൈറ്റ് എന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. ഇപ്പൊ റീസെന്റ് ഒരു കോമന്റ് ഞാൻ കണ്ടതാ. ഞാനൊരു സെറ്റ് മുണ്ട് ഉടുത്തൊരു വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് ഓ എന്ത് സുന്ദരിയാണെന്നൊരു ചേച്ചി കമന്റ് ഇട്ടിരിക്കുന്നു. അതിന്റെ താഴെ ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്, എന്ത് സൗന്ദര്യവും വിദ്യാഭ്യാസവും ഉണ്ടായിട്ട് എന്ത് കാര്യം, ഭർത്താവ് പോയില്ലേന്ന്. ഐ ഡോണ്ട് നോ ഇത് എങ്ങനെ ഇത് വരുമോ. സീരിയസ്ലി ആ കോമന്റിൽ ഞാനൊരു സ്ത്രീ ആണ് അത് ഇട്ടിരിക്കുന്നത്. എന്ത് കാര്യം, കുടുംബം തകർന്നില്ലേ? സി എനിക്കത് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. ഒരാളുടെ ലൈഫ് എങ്ങനെയാണ്, ഇപ്പം കല്യാണം എന്ന് പറയുന്നത് ജീവിതത്തിലെ ജസ്റ്റ് എ പാർട്ടാണ്, അല്ലാതെ അതാണ് ജീവിതം എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരാൾ വന്നു, അത് ഓക്കെ ആയില്ല, അത് നമ്മൾ വേണ്ടാന്ന് വെച്ച് ഞാൻ അതിൽ നിന്ന് തിരിച്ചു വന്നു. അവിടെ എങ്ങനെ ഞാൻ എന്നിട്ടേ എന്റെ ലൈഫ് തകർന്നോ? ലിറ്ററലി ഐ എം വെരി ഹാപ്പി നൗ. അവിടെ എങ്ങനെയാണ് എന്റെ ലൈഫ് തകർന്നു എന്ന്? അതായത് ആ ഒരു കല്യാണം ഒന്ന് ബ്രേക്ക് ആയത് കൊണ്ട് അവർ പറയുന്നത് ഇനി എനിക്ക് എന്ത് സൗന്ദര്യം ഉണ്ടായിട്ട് എന്ത് കാര്യം. അവർ തീരുമാനിച്ചു എന്റെ ലൈഫ് ഇവിടെ തീർന്നു, ഇനി എനിക്കൊരു ലൈഫില്ല. പക്ഷെ ഞാൻ ബ്രീത്ത് ചെയ്യുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഇവിടെ എവിടെയാണ് ഞാൻ ജീവിക്കാതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേച്ചി. എനിക്ക് ലിറ്ററലി ചില സമയത്ത് ചിരി വരും, സഹതാപം തോന്നും. പിന്നെ ഞാൻ ആലോചിക്കുന്നത് അവർക്ക് തിരിച്ചറിവ് ഉണ്ടാവാതിരിക്കട്ടെ അവരുടെ മരണം വരെ. കാരണം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ഈ തിരിച്ചറിവ് അവർക്ക് വരുന്നെങ്കിൽ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, തീർന്നു, ലൈഫ് തീർന്നു. അല്ല, ഞാൻ എപ്പോഴും ഇപ്പൊ ചിന്തിക്കുന്ന ദൈവമേ അവർക്ക് ആ തിരിച്ചറിവ് കിട്ടാണ്ടിരിക്കട്ടെ, അതാണ് എന്റെ പ്രാർത്ഥന. ഇപ്പോഴും ഇങ്ങനെ കമന്റ്സ് കാണുമ്പോ പോയിട്ട് റിപ്ലൈ ചെയ്യോ? ഇല്ല ഇല്ല ഇല്ല, റിപ്ലൈ ഇല്ല. കാണും. നോക്കാറുണ്ട് ഉം. പക്ഷെ. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഈ ഒരു പ്രഷറിൽ ഒരുപാട് ഏതൊരു സ്ത്രീയുടെ ആണെങ്കിലും ഏതൊരു പുരുഷന്റെ ആണെങ്കിലും കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓരോന്നും പ്രതീക്ഷകളോടെ അതെ നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് നമ്മൾ അതിലേക്ക് വരുന്നത്, അല്ലെ? അതെ. പക്ഷെ ദൈവം അത് ഈ പറയുന്ന പോലെ തന്നെ ചിലർക്ക് അത് നല്ല ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ പോവാം, ചിലർക്ക് നമുക്കത് ശരിയായി എന്ന് തോന്നില്ല. എപ്പോഴും എല്ലാം ചേർത്ത് വെക്കുമ്പോൾ ഒരേപോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ വരണമെന്നില്ല. പരസ്പരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാനിച്ചുകൊണ്ട് നമ്മൾ അവിടെ നിന്നും സെപ്പറേറ്റ് ആവുന്നു. അത് ഓരോ വ്യക്തികളുടെയും അഭിപ്രായങ്ങളാണ്. ആ അഭിപ്രായം എടുക്കാൻ പോലും സ്വാതന്ത്ര്യമില്ല പലപ്പോഴും സെലിബ്രിറ്റി ആയി കഴിയുമ്പോൾ. കറക്റ്റ്. സത്യം അല്ലേ? 101% കറക്റ്റ്. നമ്മൾ ഞാനൊരു ഡിസിഷൻ എടുത്തപ്പോ എല്ലാരും എന്നോട് പറഞ്ഞു എന്താ അറിയോ, ഒന്നുകൂടെ റീതിങ്ക് ചെയ്യണം, നീ ഒരു സെലിബ്രിറ്റിയാണ്, നീ ഒരു സെലിബ്രിറ്റിയാണ്, ഇത് മീഡിയ ആഘോഷിക്കും. ഓൾറെഡി മറ്റേ കല്യാണത്തിന് അഹങ്കാര പട്ടം കിട്ടിയിട്ടുണ്ട്. ഇവളുടെ അഹങ്കാരം കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു. പക്ഷെ എനിക്ക് എന്റെ മനസ്സാക്ഷിക്ക് എല്ലാത്തിനും ഉപരി എന്റെ പേരൻസിനും ഈശ്വരനും അറിയാം റീസൺ എന്താണ്. മനസ്സിലായി? എനിക്ക് അതിനപ്പുറത്ത് വേറെ ആരെ പ്രൂവ് ചെയ്യണം? ഞാൻ വെച്ച് വേണമെങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ലാത്ത കുറച്ച് പേര് കമന്റ് ഇടുന്നവരെ പേടിച്ച് വേണമെങ്കിൽ എനിക്കത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇവർ ഈ പറഞ്ഞതുപോലെ ജീവിതം തകർന്നെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ ഞാൻ എടുത്തത് ഇവരാരെങ്കിലും എൻ്റെ ഏറ്റവും മോശം സമയത്ത് എൻ്റെ കൂടെ നിന്നിട്ടുണ്ടോ? ഞാൻ കരഞ്ഞ ദിവസങ്ങൾ, ഞാൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ കൂടെ ഒരു 2-2.5 വർഷം വളരെ മോശം അവസ്ഥയിൽ ട്രീറ്റ്മെന്റ് എടുത്ത് നിന്നിട്ടുണ്ട്. ആ സമയത്ത് ഇവരാരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ എന്തിന് എൻ്റെ ലൈഫിൽ എനിക്കൊരു ബെറ്റർ ലൈഫ് തരുന്ന ഒരു ഡിസിഷൻസിന് ഞാൻ ഇവരുടെ അഭിപ്രായം എന്തിനു നോക്കണം? പക്ഷെ അങ്ങനെ പേടിച്ച് നിൽക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അതെ അതെ, നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. സെലിബ്രിറ്റീസിനെ വെക്കണ്ട, അല്ലാതെ എത്ര പേരുണ്ട്? അതെ,
കാരണം ഒന്നെങ്കിൽ ചിലപ്പോൾ പേരൻസ് സമ്മതിക്കില്ല, അല്ലെങ്കിൽ ഇതെന്തോ ഒരു നാണക്കേട്, അല്ലെങ്കിൽ എന്തോ ജീവിതം തീർന്നു എന്നുള്ളൊരു കോൺസെപ്റ്റിൽ നിൽക്കുന്നത് കൊണ്ടാ. ഒന്നുമില്ല, നമ്മളുടെ ലൈഫ് പോയാൽ പോയി. പക്ഷെ ഒരു വ്യക്തി നമുക്ക് നഷ്ടപ്പെടുന്നത് കൊണ്ട് ഒരിക്കലും നമ്മളുടെ ജീവിതം നഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈഫ് പോയാൽ തിരിച്ചു കിട്ടൂല, ഒരാൾ പോയാൽ നമുക്ക് വേറെ തിരിച്ചു കിട്ടും. സത്യം. പക്ഷെ ഗൗരി പറഞ്ഞില്ലേ, ഇപ്പൊ ഗൗരി ഒരു 2.5 വർഷത്തോളം ആ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോയി, മരുന്ന് വരെ, മെഡിക്കേഷൻ വരെ എടുത്തു എന്ന്. അപ്പം ഇപ്പുറത്തെ സൈഡിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പം ഗൗരീനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഗൗരി വളരെ ഇൻട്രോവേർട്ട് ആണെന്ന് പറഞ്ഞാലും വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ലേഡിയും കൂടിയാണ്. സ്വന്തമായിട്ടുള്ള എല്ലാ കാര്യത്തിനും സ്വന്തമായിട്ടുള്ള ഒരു ശരിയും തെറ്റുമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. സ്വന്തം ശരിയിൽ വളരെ ബോൾഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിയും പോലും ഇങ്ങനത്തെ ഇൻസിഡൻസ് ഒരു ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയി, മെഡിക്കേഷൻ വരെ എടുക്കേണ്ട ഒരു സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ അതാണ് നമ്മൾ ബോൾഡ് ആണ്, എത്ര ബോൾഡ് ആണെന്ന് ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഹെൽപ്ലെസ് ആവും. ചില സിറ്റുവേഷൻ, കാരണം നമുക്ക് ഈ പറഞ്ഞതുപോലെ കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ ആണ്, എന്ത് ചെയ്യണം, എവിടെ ആരെടുത്ത് ഹെൽപ്പ് ചോദിക്കണം. എനിക്ക് അതാണ് നിങ്ങളൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ സ്റ്റേറ്റ് എനിക്കുണ്ടായിരുന്നു. എനിക്കൊന്ന് ആ കൺഫ്യൂഷൻ സ്റ്റേറ്റ് ആണ് എന്നെ ഡിപ്രഷനിലേക്ക് കൊണ്ടുപോയത്. അതൊരു പക്ഷെ ഫ്രണ്ട്സ് ഇല്ലാത്തത് കൊണ്ടാണോ? ലക്ഷ്മി പറഞ്ഞില്ലേ, സോറി, എനിക്ക് ചേച്ചിയുടെ പേര് ഇടയ്ക്ക് കയറി വരും. ഗൗരി പറഞ്ഞല്ലോ ഫ്രണ്ട്സ് അധികം ഇല്ല, ഒരേ ഒരു ഫ്രണ്ടേ ഉള്ളൂ എന്ന്. നീതു അല്ലേ? അപ്പം എല്ലാം ഒരുപക്ഷെ നീതുവിന്റെ അടുത്ത് പറയുന്നുണ്ടാവാം. അപ്പം ഒരു നമുക്ക് കംഫർട്ടബിൾ ആയിട്ട്, അല്ലെ നമ്മുടെ ചുറ്റിനും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരില്ലാത്തത്, അത് മിസ് ചെയ്തോ? ഇല്ല ചേച്ചി, കാരണം എനിക്ക് ഈവൻ പാരൻസിനോട് പോലും, നീതുവിനോട് പോലും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യത്തില്ല. എനിക്ക് അങ്ങനത്തെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്. എല്ലാം ഉള്ളിൽ ഒതുക്കാണോ? അങ്ങനത്തെ അത് ഭയങ്കര റോങ് ആണ്. എന്ത് സന്തോഷം വന്നാൽ ഞാൻ പറയുന്നല്ലാതെ എൻ്റെ ഒരു സങ്കടങ്ങളോ എൻ്റെ ഒരു കുറവോ ഞാൻ വേറൊരാളോട് ഷെയർ ചെയ്യാറില്ല. എൻ്റെ പേരൻസിനോട് പോലും ഞാൻ പറഞ്ഞിരുന്നില്ല. ലക്ഷ്മിയോട് പോലും ഇല്ല. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ഇപ്പൊ ഇല്ലാത്തത് എനിക്കൊരു കുറവായിട്ട് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട്സ് എൻ്റെ പേരൻസാണ്. എനിക്ക് എന്തും പറയാം അവരുടെ അടുത്ത്. അവർ ലൈക്ക് ഒരു പേരൻസിനെ പോലെ ഒരിക്കലും ഞങ്ങളെ ട്രീറ്റ് ചെയ്തിട്ടില്ല. കല്യാണം കഴിക്കണം എന്ന് ഞാനാ പറഞ്ഞത്. അവരൊരിക്കലും ഒരു 20-22 വയസ്സിൽ നീ കല്യാണം കഴിക്കണം, അങ്ങനെ നടക്കരുത്, അഭിനയിച്ച് നടക്കുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ കെട്ടുക, നീ ആരെങ്കിലും കണ്ടുപിടിക്കുന്നെങ്കിൽ കണ്ടുപിടിച്ചോ. ഇതാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത്. എൻ്റെ 29ാമത്തെ വയസ്സിലാണ് ഐ മേഡ് എ ഡിസിഷൻ, ഐ വാണ്ടഡ് ടു ഗെറ്റ് മാരീഡ്. കാരണം നമ്മൾ കുറേ കഴിയുമ്പോൾ നമുക്കൊരു ആൾ കൂട്ട് വേണമെന്ന് തോന്നുമല്ലോ, മനുഷ്യ സഹജമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ 29 ഇയേഴ്സിലാണ് എനിക്കൊരു കൂട്ടി, ബിക്കോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ എനിക്ക് ചെറിയൊരു ലോൺലിനെസ് ഉണ്ടായിരുന്നു, മിസ്സിങ്. അപ്പം ഞാൻ ഓക്കെ കല്യാണം കഴിച്ചേക്കാം. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കല്യാണം കഴിക്കുന്നത്. അത് വേണ്ട എന്നൊരു ഘട്ടത്തിൽ എനിക്ക് ഡിസിഷൻ എടുക്കേണ്ടി വന്നതാണ്. അപ്പോഴും ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവരെന്നോട് ചോദിച്ചിട്ട് പോലുമില്ല എന്താ റീസൺ. ഇല്ല, ഞാനായിട്ടൊരു പോയിന്റിൽ പറഞ്ഞതാണ്. ബിക്കോസ് എനിക്ക് അവരെ ബോധിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ടല്ലോ. തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ ഒരു കാര്യങ്ങളും ഒരാളോടും ഷെയർ ചെയ്യത്തില്ല. അങ്ങനെ ഒരു ഇത് എനിക്കുണ്ട്. മേ ബി അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ. ഇങ്ങനെ ഉള്ളിൽ ഒതുക്കുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് കൺട്രോളിൽ കിട്ടാതെ പോവും. ചിലപ്പം അത് ഒന്നെങ്കിൽ അത് രണ്ട് എക്സ്ട്രീമിലേക്കാ പോവുക. ഒന്നെങ്കിൽ അത് അടിഞ്ഞു പോവും നമ്മൾ ഡിപ്രഷനിലേക്ക്, അല്ലെങ്കിൽ വല്ലാത്തൊരു റിബലാവും. ഒരു വല്ലാത്തൊരു നമുക്ക് പോലും നമ്മളെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എല്ലാത്തിനും നമ്മൾ വളരെ എന്താ പറയാ, വളരെ വയലന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു ലെവലിലേക്ക് നമ്മളൊക്കെ പോവും. ഇതിനിടയിൽ നമ്മുടെ മൈൻഡിനെ എങ്ങനെയാ ഗൗരി ആ ഒരു സ്റ്റേറ്റ് എങ്ങനെ ഹാൻഡിൽ? എനിക്കറിയത്തില്ല. അത് സ്റ്റിൽ ഈ പറഞ്ഞതുപോലെ എനിക്ക് അറിഞ്ഞൂടാ. ആരാ ഹെൽപ്പ് ചെയ്തേ? ഞാൻ. സെൽഫായിരുന്നോ? ഉറപ്പായിട്ടും. അല്ലാതെ ഒരാളുടെ പേര് ഞാൻ പറയത്തില്ല. എവിടെയും പോയി ഇത് വെന്റ് ഔട്ട് ചെയ്തിട്ടില്ല? ഇല്ല. കരഞ്ഞു തീർത്തിട്ടില്ല? ഒറ്റയ്ക്ക് കരഞ്ഞിട്ടുണ്ട്. ഞാൻ എന്നെ കരഞ്ഞൊന്നും വീട്ടുകാർ ആ സമയത്ത് കണ്ടു. പക്ഷെ അമ്മയ്ക്ക് ഡൗട്ട് ഉണ്ട്. ബിക്കോസ് എപ്പോഴും ചിരിക്കുന്ന ഒരാളാണ് ഞാൻ എപ്പോഴും. പക്ഷെ ആ സ്മൈല് നഷ്ടപ്പെട്ടത് അമ്മയ്ക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ഈവൻ കുറെ എന്നെ സീരിയലിലൂടെ ഇഷ്ടപ്പെട്ട കുറേ പേരുണ്ട്, കുറച്ച് പിള്ളേരുണ്ട്. ആ പിള്ളേരോട് ഞാൻ ഭയങ്കര കമ്പനിയാണ്. അവരുടെ എല്ലാ സക്സസ്സിലും ഗ്രാജുവേഷനിലൊക്കെ ആണെങ്കിലും ഞാൻ പോയിട്ടുണ്ട്. സീരിയലിലൂടെ കണ്ട് ഇഷ്ടപ്പെട്ട കുറച്ച് കുട്ടികളാണ്. അവരെൻ്റെ അടുത്ത് ഒരിക്കൽ മെസ്സേജ് അയച്ചു, ചേച്ചിയുടെ ചിരി ഇപ്പം എവിടെ, ഫോട്ടോയിലൊന്നും ചിരിയില്ലെന്നോ. ആ പോയിന്റാണ് ഞാൻ റിയലൈസ് ചെയ്തത്, ദൈവമേ അവരത്രയ്ക്ക് എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന്. അല്ലാതെ ഞാനായിട്ട് പറഞ്ഞിട്ടില്ല ഒരാളോട്. എനിക്കത് അറിയില്ല അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുന്ന. പക്ഷെ ഞാൻ ഭഗവാനോടെല്ലാം പറയും എന്നുള്ളതല്ലാതെ അവിടെയാണ് എൻ്റെ എല്ലാതും ഞാൻ ഇതാക്കുന്നത്. പക്ഷെ
ഈവൻ ഡിപ്രഷൻ സ്റ്റേറ്റിൽ പോയി. എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നെന്ന് മനസ്സിലായപ്പോഴത്തേക്കും ഞാൻ അമ്മയോട് വീട്ടിൽ പറഞ്ഞിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി മെഡിസിൻസ് എടുത്തു എന്നുള്ളതല്ലാതെ അപ്പോഴും ഞാൻ ഇവരോട് റീസൺസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഇല്ല, ഞാൻ തന്നെയാണ് എങ്ങനെ ഞാൻ തിരിച്ചു വന്നതെന്ന് വെച്ചാൽ എനിക്ക് എന്നെ തന്നെ ഞാൻ പറയത്തുള്ളൂ. കൂടെ നിന്നിട്ടുണ്ട് ഫാമിലി, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കൗൺസിലിംഗ് സെഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആക്ച്വലി ഞാൻ പോയില്ല ഇവിടെ ട്രിവാൻഡ്രത്ത് ഒരാളുടെ അടുത്ത്. പക്ഷെ അവിടെയാണ് പിന്നെ ഫസ്റ്റ് ടൈം, കാരണം അവരുടെ അടുത്ത് നമ്മളൊന്നും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അതെ, അങ്ങനെ പറഞ്ഞിട്ട് പോലും എനിക്ക് അങ്ങനെ ഒരു ഭയങ്കര ഒരു കംബാക്ക് അതിൽ നിന്ന് കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ അടുത്ത് പറഞ്ഞ 1-2 കാര്യങ്ങൾ ഞാൻ പ്രാക്ടീസ് ചെയ്തു. അതായത് വീട്ടിന്റെ പുറത്ത് ഇറങ്ങത്തില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു. ഒന്നുമില്ല, യൂട്യൂബില്ല, ആക്ടിങ് ഇല്ല, ഒന്നുമില്ല. ലിറ്ററലി രാവിലെ എണീക്കുക, പല്ല് തേക്കുക, റൂമിനകത്തിരിക്കുക, രാത്രി കിടന്നുറങ്ങുക. ഡിസ്ട്രാക്ഷൻസോ ഡൈവേർഷൻസോ ഒന്നുമില്ല ലൈഫിൽ. ഒന്നുമില്ല. ഫുൾ ഒരു സ്റ്റില്ലായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു, ഒന്നുമില്ല ലൈഫിൽ. അപ്പൊ ആ ഒരു സമയത്ത് അവർ പറഞ്ഞ ഫസ്റ്റ് ഗൗരിയെ ഫോഴ്സ്ഫുള്ളി പുറത്തേക്ക് കൊണ്ടുപോകും, ചുമ്മാ നടക്കാൻ പോകാൻ പറഞ്ഞു. അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ ബാക്ക് ടു റോഡ്, വണ്ടികള്, അമ്പലങ്ങള്, അങ്ങനെ ഒരു ഇത്. പക്ഷെ അതിനുശേഷം അപ്പോഴും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയോ എന്ന് ചോദിച്ചാൽ ആയില്ല. പക്ഷെ എന്ന് ഞാൻ മനസ്സിലാക്കിയോ എനിക്ക് ഇത് എന്നെ രക്ഷിക്കാൻ പറ്റുള്ളൂ എന്നൊരു പോയിന്റിൽ റിയലൈസ് ചെയ്തപ്പോൾ അതാണ് ഈ ഒരു കംബാക്ക്. അല്ലാതെ മെഡിക്കേഷനോ എനിക്ക് തോന്നുന്നില്ല. മെഡിസിൻസ് ഒക്കെ എടുത്തിരുന്ന സമയത്തും എനിക്ക് ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം എത്ര മെഡിസിൻസ് എടുത്തു എന്ന് പറഞ്ഞാലും, എത്ര കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞാലും, നമ്മുടെ മൈൻഡ് അത് വിചാരിക്കണം. നമ്മൾ ചിരിക്കണമെങ്കിലോ നമ്മൾ നോർമൽ ആവണമെങ്കിലോ. അതെ, എനിക്ക് അങ്ങനെ, എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ചിലർക്ക് മെഡിക്കേഷൻസ് ഒക്കെ ഹെൽപ്പ് ചെയ്തെന്ന് പറയുന്നു. പക്ഷെ എനിക്ക് മേ ബി പിടിച്ചു നിന്നത് അതുകൊണ്ടായിരിക്കാം, വേറൊരു അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാതെ. ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട്, നമ്മൾ വീഴാതെ നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാനും നമ്മളെ ഒന്ന് ഇതാക്കി വീഴാതെ നമ്മുടെ കൂടെ കൈത്താങ്ങായിട്ട്, ഒരു പക്ഷേ അതൊരു സപ്പോർട്ട് അവിടെ ഉള്ളത് കൊണ്ടായിരിക്കാം അല്ലെ, ഒരു അങ്ങനെ ഒരു ലെവലിലേക്ക് ഞാൻ തന്നെയാണ് നിന്നത്. എപ്പോഴെങ്കിലും ഇത്ര റിലീജിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ, ഭഗവാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് എന്തിന് ഇതൊക്കെ തന്നു? നമ്മൾ പ്രതീക്ഷയോടെ വിചാരിക്കുമ്പോഴും നമുക്ക് സങ്കടങ്ങൾ തരുമ്പോ നമ്മൾ തിരിച്ച് ഏതൊരു ദൈവവിശ്വാസി, ഞാനും വലിയൊരു ദൈവവിശ്വാസിയാണ്, എനിക്ക് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നടന്നില്ല, അല്ലെ നമ്മൾ വിചാരിക്കുന്നതിന്റെ ഡെഡ് എഗെയിൻസ്റ്റ് വരുമ്പോൾ നമ്മൾ ചിലപ്പോ ഒന്ന് ഭഗവാന്റെ അടുത്ത് ചോദിക്കും, എന്തിനാ എനിക്ക് ഇങ്ങനെ വിഷമങ്ങൾ തരണേ അല്ലേ? പക്ഷെ ഞാനത് മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, അത് നമ്മൾ എത്ര നല്ലതായിട്ട് നിന്നാലും ചിലപ്പോൾ പാസ്റ്റ് ലൈഫ് കർമാസ് ആയിരിക്കാം. പിന്നെ ഇതിനകത്ത് ഭഗവാനെ ഞാൻ എങ്ങനെ ബ്ലെയിം ചെയ്യും? എനിക്ക് അതിൽ നിന്ന് ഇറങ്ങി പോരാമായിരുന്നല്ലോ ആദ്യമേ. ഞാനല്ലേ അത് എടുക്കാതിരുന്നത്? അല്ലെങ്കിൽ ഈ കല്യാണം പോലും ഞാനല്ലേ ചൂസ് ചെയ്തത്? ഇറ്റ് വാസ് മൈ ഡിസിഷൻ. അപ്പൊ ഞാനല്ലേ അതിൽ നിന്ന് പുറത്ത് വരേണ്ടത്? അപ്പൊ ഞാൻ അങ്ങനെയാ ചിന്തിച്ചത്. ഒരിക്കലും ബ്ലെയിം ചെയ്തിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല, എല്ലാം എന്റെ ഡിസിഷനാണ്. ചില ആൾക്കാർ ഇത്രയും ആ ഒരു ബിലീഫ്, അവരുടെ ഒരു ഇപ്പൊ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ആ ഒരു ബിലീഫ്, ഉദ്ദേശിക്കുന്ന കാര്യം കിട്ടിയില്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യും. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് തിരിച്ച് ഇങ്ങനെ തന്നെ തന്നല്ലോ, ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്നൊരു മൊമെന്റിൽ ചിലർ ചെയ്യും. പക്ഷെ വേറൊരു ആൾക്കാർ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, നമ്മൾ ആക്ച്വലി അങ്ങനെ ചെയ്യരുത്. ഒരു ട്രൂ ബിലീവർ ആണ് നിങ്ങളെങ്കിൽ, ആ ബിലീഫ് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നമുക്ക് ചിലപ്പോൾ വേറൊരു പാഠമായിരിക്കാം, വേറൊരു ഭാഗമായിരിക്കാം നമുക്ക് തുറന്ന് കാണിച്ചു തരുന്നുണ്ടാവുക. നമുക്ക് റിയലൈസ് ചെയ്ത് തരുമായിരിക്കും ചില ആൾക്കാരുടെ പല മുഖങ്ങളും ഒക്കെ. അവിടെ നമ്മൾ എഗെയിൻ താങ്ക്ഫുൾ ആവുകയാണ് വേണ്ടത്. ഉറപ്പായിട്ടും. ഞാൻ ഇന്ന് ഭഗവാനോട് എല്ലാരും പറയും, അയ്യോ ഗൗരി, ചിലരൊക്കെ സിമ്പത്തറ്റിക്കലി നോക്കും. സത്യം പറഞ്ഞാൽ എനിക്കത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല. ഞാൻ ഭഗവാനോട് ഇന്നും നന്ദി പറയുന്നതെന്ന് പറഞ്ഞാൽ, എനിക്ക് എന്താണ് വേണ്ടത് എന്നെനിക്ക് വ്യക്തമായത് ഈ ഒരു ഇൻസിഡന്റോട് കൂടിയാണ്. എനിക്ക് എന്ത് പറ്റും, എനിക്കൊരു സോ കോൾഡ് എന്ത് പറഞ്ഞാലും മിണ്ടാതിരിക്കുന്ന ഒരു ചിന്താശേഷി ഇല്ലാത്ത ഒരാളായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. അപ്പൊ ഇനി ഞാനൊരു ലൈഫ് ചൂസ് ചെയ്യണമെങ്കിൽ ഞാൻ അങ്ങനെ ചൂസ് ചെയ്യുള്ളൂ. അപ്പൊ എനിക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് പഠിക്കാൻ പറ്റി. എനിക്ക് സെൽഫ് റിയലൈസേഷൻ ഉണ്ടായി. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ലൈഫിൽ എപ്പോഴും സ്മൂത്ത് ആയിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ മരിച്ചു പോകണം, പ്രശ്നങ്ങൾ ഇല്ലാതാവണം. ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ്, സോറോസ്. ആരാണ് ഹാപ്പി ആയിട്ടുള്ളത്? ആരുമില്ല. അതുകൊണ്ട് പക്ഷെ അവിടെ നിന്ന് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാ. അത് തരണം ചെയ്യാൻ എനിക്ക് പറ്റിയില്ലേ?
അങ്ങനെ ചെയ്യും. പിന്നെ ഞാൻ മനസ്സിലാക്കിയത് നമ്മളൊരു പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഓടിയാൽ അത് വീണ്ടും നമ്മളിലേക്ക് വരും. അത് നിന്ന് അനുഭവിച്ച് തീർത്താൽ നമുക്ക് അപ്പുറത്ത് കടക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് മനസ്സിലായി. വെരി ട്രൂ. അല്ലേ? വെരി നമ്മൾ ഓടിയ ഇത് വീണ്ടും വരും. ഓടിയാ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും. നിക്കുക നിന്ന് അതിനെ ഫൈറ്റ് ബാക്ക് ചെയ്യുക. യെസ്, എക്സാക്ട്ലി. വെരി ട്രൂ. ലൈക്ക് ഒരു ടണലിൽ ചെന്നാൽ ആ ഇരുട്ട് കണ്ട് നമ്മൾ തിരിച്ചു പോയാൽ നമുക്ക് അപ്പുറത്ത് പോകാൻ പറ്റൂല. പക്ഷെ ആ ടണലിൽ ഇരുട്ടത്ത് നമ്മൾ ഭഗവാനെ വിളിച്ച് പോയി കുറച്ച് ദൂരം ഇരുട്ടുണ്ടാവും. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ അപ്പുറത്തല്ലേ എത്തുക. എനിക്ക് വ്യക്തമായി അത് ഈ ഒരു ഇൻസിഡന്റോട് കൂടി. അതുകൊണ്ട് ഒന്നിനെയും ആരെയും എനിക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. ആരെയും ഞാൻ ബ്ലെയിം ചെയ്യുന്നുമില്ല. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ എനിക്ക് എൻ്റെ ലൈഫിൽ ഇന്ന രീതിയിൽ ജീവിക്കണം, ഇതാണ് എൻ്റെ ഇഷ്ടങ്ങൾ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ നമ്മൾ വിവാഹം കഴിച്ചു എന്ന് വെച്ചിട്ട് എപ്പോഴും അയാളുടെ ഇഷ്ടങ്ങൾ ഒന്നായിരിക്കണമെന്ന് എനിക്കും വാശി പിടിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ഇഷ്ടങ്ങളിലേക്ക് വിടുക എന്നുള്ളതാണ്. നമ്മളവിടെ പിടിച്ചു നിർത്തി അങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയുന്നിടത്ത് ആക്ച്വലി ഐ എം വേസ്റ്റിംഗ് മൈ ലൈഫ്. അപ്പൊ അവരെ അവരുടെ ഇഷ്ടത്തിന് വിടുക, നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ. പക്ഷെ മറ്റൊരാളെ നമ്മളെ ദ്രോഹിക്കാൻ നമ്മൾ നിന്ന് കൊടുക്കാതിരിക്കുക, അത്രേ ഉള്ളൂ. സീറോ എക്സ്പെക്ടേഷനിൽ വേണം ലൈഫിലേക്ക് എൻ്റർ ചെയ്യാൻ, അല്ലേ? നമ്മുടെ ഹസ്ബൻഡ് ആണ് അല്ലെങ്കിൽ നമ്മുടെ മറ്റൊരു ഫ്രണ്ട് ആണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന വരയിലൂടെ ഈവൻ നമ്മളുടെ പാരന്റ്സിന്റെ പോലും സീറോ ആരുടെ എക്സ്പെക്ടേഷൻ. അടുത്തുനിന്നും മക്കളുടെ അടുത്തുനിന്നും അയ്യോ, അത് തീരെ നോക്കാൻ പാടില്ല. ഏതൊരു സെക്കൻഡ് പേഴ്സന്റെ അടുത്തുനിന്നും അത് ആരായിക്കാലും അവിടെ നമ്മൾ എക്സ്പെക്ടേഷൻ വെക്കുന്നുണ്ടോ, നമുക്ക് വേദനകളും ദുഃഖങ്ങളും മാത്രമായി. അവരെ സ്നേഹിക്കുന്നുണ്ടോ, ബോണസ് അത് അനുഭവിക്കുക, അത് എൻജോയ് ചെയ്യുക. എക്സ്പെക്ടേഷൻസ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗൗരി പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ ഞാൻ ഒരു പാർട്ട്ണർ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ മാത്രം ലൈഫ് നിൽക്കും എന്നുള്ള വിചാരത്തിലാണ് ഞാൻ പ്രതീക്ഷിക്കുന്നതും എനിക്ക് അതാണ് ആഗ്രഹവും. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. മറ്റുള്ളവർക്ക് ചിലപ്പം ഒരു വ്യക്തി മാത്രം മതിയാവില്ല എന്നുള്ളതും ഗൗരി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സോ മറ്റു വ്യക്തികൾക്ക് അതാണ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പിന്മാറുകയാണ്. അതല്ലേ ഏറ്റവും ബെസ്റ്റ് വേ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞാല് അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യനാണ്, അതൊന്നും എനിക്ക് യാതൊരു ഇതുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങൾ വേറെയാണ്. എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടണമെന്ന് എനിക്ക് വാശി പിടിക്കാൻ പറ്റുമോ? ഇല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്, താല്പര്യങ്ങളുണ്ട്. മനുഷ്യനാണ്, താല്പര്യങ്ങൾ മാറും, ഇഷ്ടങ്ങൾ മാറും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ മാറിക്കൊടുക്കുക. ഞാനത് ഫൈറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴെല്ലാം വീണ്ടും വീണ്ടും വഷളാവാണ്. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. ആ ഒരു ബന്ധം നശിപ്പിച്ച് അങ്ങനെ എനിക്ക് താല്പര്യമില്ല. ഞാനെന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ, എനിക്കൊരു ഫാമിലി വേണം എന്ന അതിയായ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ കല്യാണം കഴിച്ചത്. ബിക്കോസ് ആരും എന്നെ ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിപ്പിച്ചതല്ല. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പേരൻസിൻ്റെ അടുത്ത്, ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ് മാരീഡ്. ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഞാൻ അവിടെ പോയി പെർമിഷൻ ചോദിക്കുക പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ഇതായിട്ട് എനിക്കൊരു ഫാമിലി ബിൽഡ് ചെയ്യണം, എനിക്കെല്ലാം ഒന്നിച്ച് ചെയ്യണം. ലൈക്ക് കുറച്ച് സമയം എനിക്ക് ഒന്നിച്ച് വേണം. മേ ബി ഞാൻ ഇങ്ങനെ ഭയങ്കര ഒരു ഔട്ടിങ്ങിന് പോവുകയോ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുന്ന ഒരാളല്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഫാമിലി ടൈം വേണം. എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ അതെനിക്ക് കിട്ടുന്നില്ല. നമ്മൾ ഒന്ന് എന്നുള്ള ഒരു ഇതില്ല, കിട്ടിയിട്ടില്ല. ഇല്ല, അതില്ല. അത് മീൻസ് അത് അദ്ദേഹത്തിന്റെ തെറ്റല്ല ഒരിക്കലും. ഓരോ വ്യക്തിയും ഓരോ രീതിയല്ലേ. അപ്പൊ നമ്മൾ ഇങ്ങനെ ആഗ്രഹിച്ചു എന്ന് വെച്ചിട്ട് ഞാൻ എങ്ങനെ അദ്ദേഹത്തിനെ കുറ്റം പറയും? അദ്ദേഹത്തിന് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് നേരെ തിരിച്ച. ഈവൻ ഷോപ്പിങ്ങിന് പോകുന്നത് പോലും നമ്മൾ ഒരുമിച്ചാണ്. വേണ്ട, ഒരു മന്ത്ലി ഒരു 2-3 ഡേയ്സ് എനിക്ക് ഒന്നിച്ചൊന്ന് കിട്ടിയാൽ ഐ എം ഹാപ്പി. പക്ഷെ അതുപോലും നമുക്ക് ദർ ഇസ് നോ പോയിന്റ് ഇൻ കണ്ടിന്യൂയിങ് ദാറ്റ് റിലേഷൻഷിപ്പ്. വെറുതെ ഒരു മാരീഡ് എന്നുള്ള ഒരു സ്റ്റേറ്റസ് നമുക്ക് ആവശ്യമില്ലല്ലോ. എനിക്കത് വേണ്ട, എനിക്കത് വേണം. സ്റ്റേറ്റസോ ലേബലോ എനിക്ക് ആവശ്യമില്ല. ആ വ്യക്തിയെയും ആ പ്രസൻസും എനിക്ക് വേണം, എനിക്ക് മാത്രമായിട്ട് വേണം, അത്രേ ഉള്ളൂ. ഞാനിനി ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ബിക്കോസ് എനിക്ക് ഡെഫിനറ്റ്ലി ഞാൻ ബോൾഡ്നെസ്, ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കുന്നതല്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഒരു പാർട്ട്ണറിന്റെ കൂടെ ഒരു ലൈഫ്. ഡെഫിനറ്റ്ലി എനിക്കത് ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. എനിക്കത് വേണം. പക്ഷെ അത് റൈറ്റ് പേഴ്സന്റെ കൂടെ ആയിരിക്കണം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ എന്നെയും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം. ഇല്ലെങ്കിൽ രണ്ടുപേർക്കും ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന് ഒരു ഇറിറ്റേഷൻ ആവുന്നത് എനിക്കൊട്ടും സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല.